KSRTC കുട്ടനാട് ബാക്ക് വാട്ടർ സഫാരി ആരംഭിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാണ് പദ്ധതി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ജലഗതാഗത വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് അത്. കുട്ടനാട് ബാക്ക് വാട്ടർ സഫാരി എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുകയാണ്. അതായത് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയും ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിയുമായി ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ആലോചിച്ചു. ഈ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കുകയും 2-3 മാസത്തിനുള്ളിൽ 2-3 മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിൽ വരും. പദ്ധതി എന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളെ ബോട്ടിൽ കയറ്റുക, കുട്ടനാടിന്റെ ഉൾവഴികളിലൂടെ എല്ലാം ബോട്ട് ഓടിക്കുക. വിജയകരമായ ടൂറിസം പദ്ധതിയായി ഞങ്ങൾ ഈ 3 വകുപ്പുകളും ചേർന്ന് ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ ലാഭത്തിലെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ സഭയിൽ പറഞ്ഞു. 43,84,000 രൂപയാണ് ഇതുവരെയുള്ള ലാഭം. കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ഡ്രൈവിംഗ് പഠനം സാധ്യമാകുന്നുവെന്നും കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. KSRTC ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ പറഞ്ഞു ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ ഈ മന്ത്രി സമ്മതിക്കില്ല, ഇതെല്ലാം സ്ട്രിക്റ്റായി, നമ്മളെ വയറ്റത്തടിച്ചു, കഞ്ഞി പാറ്റി ഇട്ടു എന്നൊക്കെ പറഞ്ഞു. KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പുതിയ കാർ, പുതിയ ബൈക്ക്, പുതിയ സ്കൂട്ടർ, സിമുലേറ്റർ 6 ലക്ഷം രൂപയ്ക്ക് വിലയുള്ള സിമുലേറ്റർ ഇതിലാണ് പഠിപ്പിക്കുന്നത്. തിയറി ക്ലാസ്, മെക്കാനിക്കൽ ക്ലാസ് പഠിപ്പിക്കും. ഇതെല്ലാം ചേർത്തുകൊണ്ട് വരുമാനം 76,86,000 രൂപ, ചിലവ് 33,200 രൂപ, ലാഭം 43,84,000 രൂപ. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ബിസിനസ്സാണെന്ന് മനസ്സിലായല്ലോ. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ആദ്യം തന്നെ പറയേണ്ടത് ഈ കുട്ടനാട് ബാക്ക് വാട്ടർ സഫാരിയെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? ഇതേക്കുറിച്ച് മന്ത്രി എന്താണ് സഭയിൽ പറഞ്ഞത്? ഒപ്പം തന്നെ KSRTC ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ചും. ധനവിനിയോഗ ചർച്ചയിൽ മേൽ മറുപടി പറയുമ്പോഴാണ് ഗതാഗത മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. പുതിയൊരു പദ്ധതി എന്ന നിലയിലാണ് ബാക്ക് വാട്ടർ സഫാരി ഇപ്പോൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ കുട്ടനാടാണ്. കുട്ടനാട് സാംസ്കാരിക വകുപ്പുമായിട്ടും ടൂറിസം വകുപ്പുമായിട്ടും സഹകരിച്ചായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഈ കലാകാരന്മാർക്ക് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാനും ഈ ബോട്ടുകളിൽ ഭക്ഷണമടക്കം വിളമ്പാനുമുള്ള അവസരമുണ്ടാകും. ഈ രീതിയിൽ സാധാരണ ഹൗസ് ബോട്ടുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, സമാനമായ രീതിയിൽ ബാക്ക് വാട്ടർ സഫാരി ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് പുതിയ പദ്ധതി. എന്തായാലും ഇതിന് തൊട്ട് മുൻപ് തുടങ്ങിയ പദ്ധതിയായിരുന്നു ഈ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുമ്പോൾ തന്നെ അത് വലിയ നഷ്ടത്തിലേക്ക് പോകും എന്നെല്ലാം വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് ലാഭമുണ്ടാക്കി കാണിച്ചു കൊടുത്ത ശേഷമാണ് അടുത്ത പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലെ കണക്ക് പ്രകാരം ഏകദേശം 30-ലധികം ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. ഈ 30-ലധികം ഡ്രൈവിംഗ് സ്കൂളുകളിലായി 43 ലക്ഷത്തിലധികം രൂപയുടെ ലാഭം KSRTC നേടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാനും തീരുമാനിച്ചു. ആദ്യം 20 ഡ്രൈവിംഗ് സ്കൂളുകളായിരുന്നു ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അത് കൂട്ടി 30-ലധികമായി. ഇനിയും കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾ, പ്രത്യേകിച്ച് ഡിപ്പോകളിൽ പല സ്ഥലങ്ങളിലും സ്ഥലം ആവശ്യത്തിലധികമുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വേണ്ടി മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ സാമ്പത്തികം നേടുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് KSRTCക്ക് അടുത്ത പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് പുതിയ പദ്ധതികൾ, പ്രത്യേകിച്ച് ലാഭം ലഭിക്കുന്ന പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രവിത. ശരി ഉമേഷ്, എന്തായാലും KSRTC ഇത്തരത്തിലുള്ള പുതിയ ഇനീഷ്യേറ്റീവ് ഒക്കെ കൊണ്ടുവരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വലിയ നഷ്ടത്തിലായിരുന്ന ഒരു പ്രസ്ഥാനത്തെ അതിനെ ഇങ്ങനെ ലാഭത്തിലേക്ക് പതുക്കെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമുക്കും സന്തോഷമാണ്. പ്രത്യേകിച്ച് KSRTC ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ലാഭം ലഭിക്കുമ്പോൾ കൂടുതൽ വരുമാനം അവർക്കും ഉണ്ടാകട്ടെ എന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് അത്തരം ആശയങ്ങൾ നടപ്പാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. സന്തോഷമാണ്.